അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഷോക്കടിച്ചു പോകും, നിങ്ങളെ കാറ്റു പോകും. ഇപ്പൊ ഞാൻ ഹനഫി മദ്ഹബിലുള്ള ഒരു കിതാബ് അൽ മുസായറ എന്ന് പറയുന്ന കിതാബിന്റെ 202-ാമത്തെ പേജ്. മുസായറ ഇങ്ങനെ പറയാം, വക്കദാ ഇൽമുൽ മുഗയ്യബാത്തി, അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കൽ കുഫർ ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്, ഫലാ യഅലമുൻ നബിയ്യു മിൻഹാ, ഫലാ യഅലമുൻ നബിയ്യു മിൻഹാ, പ്രവാചകൻ അറിയുകയില്ല അദൃശ്യ കാര്യങ്ങളിൽ നിന്ന്. എന്നിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഹനഫി മദ്ഹബുകാരൻ പറയുന്നു, ഇല്ലാ മാ അലമഹുല്ലാഹു തആല ബിഹി അഹ്യാനൻ, ചിലപ്പോഴൊക്കെ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തത് എന്താണോ അതല്ലാത്തതൊന്നും അറിയില്ല. എന്നിട്ട് ഇബ്നുൽ ഹുമാം റഹിമഹുല്ല മുസായറയിൽ പറയുന്നു, വദക്കറൽ ഹനഫിയ്യതു, ഹനഫികൾ പറഞ്ഞു, അഥവാ ഹനഫി മദ്ഹബ് അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഫീ ഫുറൂഇഹിം, അവരുടെ കിതാബുകളില് ഫിഖിന്റെ, തസ്രീഹൻ ബിതക്ഫീരി, കാഫിറാണ് എന്ന് വെട്ടി തുറന്നുകൊണ്ട് പറഞ്ഞു, സംശയമൊന്നുമില്ല. ശിർക്കന്മാരെന്നല്ല, ഞാൻ പലപ്പോഴും ശിർക്കന്മാരെന്ന് പറയാം, മുശ്രിക്കീങ്ങൾ എന്ന് തന്നെ പറഞ്ഞു, കാഫിരീങ്ങൾ എന്ന് തന്നെ പറഞ്ഞു, മുർത്തബീങ്ങൾ എന്ന് തന്നെ പറഞ്ഞു. അവർ മുസ്ലിങ്ങളല്ല, ഇസ്ലാമിൽപ്പെട്ടവരല്ല. അങ്ങനെ ഒരു മതം, സമസ്ത മതത്തെ കുറിച്ച് കാഫിരീങ്ങൾ എന്ന് തന്നെ തക്ഫീർ കൊണ്ട് വെട്ടിത്തുറന്ന് പറഞ്ഞു. എന്ത് കാരണത്താൽ? അവിടെ വിഷയം, പ്രവാചകൻ അദൃശ്യകാര്യം അറിയും എന്ന വിശ്വാസം കാരണത്താൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. തലപ്പാവുധാരിയായ നസീർ മൗലവി എന്ന വഹാബി മൗലവി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അംബിയാ ഉലിയാക്കൾക്ക് അവരുടെ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അദൃശ്യ അറിവുകൾ, അദൃശ്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും എന്ന് സുന്നത്തെ ജമാഅത്തുകാർ വിശ്വസിക്കുമ്പോൾ, തലപ്പാവുധാരിയായ നസീർ മൗലവി അതിനെ ഗണ്ണിക്കാൻ വേണ്ടി മഹാന്മാരുടെ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൈബുകൾ അള്ളാഹു മഹാന്മാർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ അവർ അറിയും എന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വാദത്തെ നിഷേധിക്കാൻ വേണ്ടി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു ഹദീസും ഹനഫി മദ്ഹബിലെ അൽ മുസായർ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയും പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുന്നതായി കാണാൻ സാധിച്ചു. അള്ളാഹുവിന്റെ റസൂല് നാളത്തത് അറിയില്ല, അങ്ങനെ ആരെങ്കിലും അറിയുമെന്ന് പറഞ്ഞാൽ അവൻ കളവ് പറഞ്ഞവനാണ് എന്ന് പറയുന്ന ആയിഷ ബീവി പറഞ്ഞ ഒരു ഹദീസ്. അതുപോലെയുള്ള ഹദീസുകളും ആയത്തുകളും ഒക്കെയുണ്ട്. ആ ഹദീസ് ആയത്തുകളെ സംബന്ധിച്ച് ലോക പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്ത മുഹദ്ദിസും ഫഖീഹും പണ്ഡിതനുമാണ്. അവരുടെ ഫതാവയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാം. അവരോടൊരു ചോദ്യം, മാമാന ഖൗലിഹി തആല വഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതിൽ വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമിയിലുള്ള ഒരുത്തരും അദൃശ്യം അറിയില്ല അല്ലാഹു അല്ലാതെ എന്ന ആയത്തിന്റെ അർത്ഥം എന്ത്? വഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന്റെ അർത്ഥം എന്ത്? ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളത്തെ കാര്യം അല്ലാതെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ത്? വഅസ്ബാഹി ഹാദ, ഇതുപോലത്തതിന്റെയും മിനൽ ഖുർആനി വൽ ഹദീസി, ഖുർആനിനാലും ഹദീസിനാലും നബി തങ്ങളെ നാളത്തത് അറിയുമെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിനെ പറ്റി കളവ് പറഞ്ഞതാണെന്ന് ആയിഷ ബീവിയുടെ ഹദീസുണ്ട്. അതുപോലെ ഫുഖഹാക്കളോ മറ്റു പണ്ഡിതന്മാരോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥം എന്ത്? മാഅന്നഹു ഖദ് വഖഅ ഇൽമു മാ ഫീ ഖദിൻ ഫീ മുഅ്ജിസാത്തിൽ അംബിയാഇ സ്വല്ലല്ലാഹു അലൈഹിം വസല്ലമു, അംബിയാക്കളുടെ മുഅ്ജിസാത്തുകളിൽ നാളത്തെ കാര്യം അറിയൽ സംഭവിച്ചിട്ടുണ്ടല്ലോ.
വഫീ കറാമാത്തിൽ ഔലിയാ റളിയല്ലാഹു അൻഹും, ഔലിയാക്കളുടെ കറാമത്തുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയും വചനങ്ങളുടെയും ഒക്കെ വാക്കുകളുടെ ഒക്കെ അർത്ഥമെന്ത്? അതിന് മഹാനവറുകൾ പറയുന്നു, അൽ ജവാബു മഅനാഹു ലാ യഅലമു ദാലിക ഇസ്തിഖ്ലാലാ, അത് ഒറ്റക്കായിട്ട് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഇല്ലാതെ, അള്ളാഹു കൊടുക്കാതെ, അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ സ്വന്തമായിട്ട് അറിയുകയില്ല. വഇൽമ ഇഹാത്തത്തിൻ ബികുല്ലിൽ മഅലൂമാത്ത്, സർവ അറിയാൻ പറ്റുന്ന സർവകാര്യങ്ങളും ചുറ്റി അറിയുക എന്ന നിലക്കും ഇല്ലല്ലാഹ് അല്ലാതെ അറിയില്ല. അപ്പോൾ സ്വന്തം അറിയില്ല, സ്വയം അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അമ്മൽ മുഅ്ജിസാത്തു വൽ കറാമാത്തു ഫഹസലത് ബിഅലാമില്ലാഹി തആല ലിൽ അംബിയാഇ വൽ ഔലിയാഇ ലാ ഇസ്തിഖ്ലാല, മുഅ്ജിസാത്തുകളും കറാമത്തുകളൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും, അതവർ സ്വന്തമായി അറിയുകയല്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്താവയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഹനഫി കിതാബില് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മാത്തുരി ഇമാമിന്റെ വിശ്വാസശാസ്ത്രം പറയുന്ന മുസായറയിൽ പറഞ്ഞിട്ടുണ്ട്, ഹനഫിയാക്കൾ അള്ളാഹു അല്ലാതെ നബിതങ്ങൾ ഗൈബ് അറിയും എന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് മൗലവി പറയുന്നത്. യഥാർത്ഥത്തിൽ മൗലവി തന്നെ വായിച്ചു പോയിട്ടുണ്ട്. എന്ത്? ഇല്ലാമാ അഅലമഹുല്ലാഹു തആല ബിഹി അഹ്യാന, പല സമയങ്ങളിലും അള്ളാഹു അറിയിക്കുന്നതല്ലാതെ അറിയില്ല എന്നാണ്. അപ്പൊ അത് തന്നെയാണ് നബി ഇമാം റഹ്മത്തുള്ളാഹി പറയുന്നത്, അള്ളാഹു അറിയിക്കാതെ അറിയും എന്ന വിശ്വാസമാണ് തെറ്റ്. അപ്പൊ മൗലവി പറയാണ്, ഹനഫിയാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ബിത്തക്ഫീരി ബിഇഅ്തിഖാദി അന്ന നബി അലമുൽ ഗൈബ, അള്ളാഹു തആല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യത്തെ അറിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, സമസ്തായുസം ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുന്നുണ്ട്. അതേ കിതാബിൽ തന്നെയാണ് ഇതിനു മുമ്പ് അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയില്ല എന്നാണ് അർത്ഥമെന്ന് പറഞ്ഞത്. അപ്പോൾ കാഫിറാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥവും എന്താണ്? സ്വയമായി ഇസ്തിഖ്ലാലൻ അറിയും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറാണെന്നാണ് അൽ ഹനഫിയ്യ പറഞ്ഞത്. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നത്. ഇസ്തിഖ്ലാലൻ അറിയുമെന്ന വിശ്വാസം പാടില്ല. അതാണ് ആയത്തുകളുടെ വ്യക്തം. ഇദ്ദേഹവും ഹനഫി മദ്ഹബുകാര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുസായറയിലും കൊണ്ടുവരുന്ന തെളിവെന്താണ്? ലിമുആറദത്തി ഖൗലിഹി, നമ്മൾ നേരത്തെ അതേ ആയത്തിന് ഇമാമിനോട് ചോദ്യത്തിൽ പറഞ്ഞ ആയത്ത്, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർള് അൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമിയിലുള്ള ഒരുത്തരും ഗൈബിനെ അറിയുകയില്ല അള്ളാഹു അല്ലാതെ എന്ന ആയത്തിന് വേണ്ടി എന്നാണ്. അപ്പൊ കാഫിറാണെന്ന് പറഞ്ഞത് ആ മുസായറയിൽ തന്നെ മഹാനവറുകൾ ഇല്ല മാ അഅലമല്ലാഹു ബിഹി, അള്ളാഹ് അറിയിച്ചു കൊടുത്തതല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും അറിയില്ല എന്നല്ല, മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് മഹാന്മാര് അള്ളാഹു അറിയിച്ചു കൊടുക്കൽ കാരണമായിട്ട് അറിയുന്നതാണ് എന്ന് തന്നെയാണ് മുസായറയിലും പറഞ്ഞത്. അതുകൊണ്ട് മൗലവി കൊണ്ടുവരേണ്ടത് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ അറിയില്ല എന്ന് പറയുന്ന വല്ല കിതാബുണ്ടെങ്കിൽ അതിങ്ങോട്ട് കൊണ്ടുപോവാ. അള്ളാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയില്ല, അങ്ങനെ അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയുമെന്ന വിശ്വാസത്തിൽ അത് കുഫറാണ്, ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകവുമായി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഫുലാനോട് പ്രത്യേകം അറിയിക്കാണ്. പിന്നെ മൂപ്പർക്ക് കുറെ ഡയലോഗുകൾ ഉണ്ടാകും. സമസ്തായുസ് ഞാൻ പൊളിച്ച് പളിസാക്കും, ഞാൻ തരിപ്പണാക്കും, ഞാൻ ചേമ്പാക്കും, ചേനാക്കും. കുറെ കാലമായി നടക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ചേമ്പും ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കണ്ടവര് തന്നെയാണ് പണ്ഡിതന്മാര്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതൊക്കെ വിവരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ഫത്ഹുൽ ബാരിയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ ബാരി പറയുന്നത് കാണാം, അമ്മാമാ സബത ബിനസ്സുൽ ഖുർആൻ അന്ന ഈസാ അലൈഹിസ്സലാം മഫാത്തിഹുൽ ഇൽമ ഖംസ്, മഫാത്തിഹുൽ ഗൈബ് ഖംസ്, അദൃശ്യത്തിന്റെ ചാവി 5 എന്ന് പറയുന്ന, അതുപോലെ ആയിഷ ബീവിയുടെ ഇദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് അടക്കം ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് മഹാനായ ഇമാം
ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നു, അമ്മാമ തബത്ത ബിനസ്ൽ ഖുർആൻ ഈസാ അലൈഹിസ്സലാം ഖാല അന്നഹു യുഖ്ബിറുഹും ബിമാ യഅകുലൂന മാ യദ്ഖിറൂന. ഈസാ നബി അലൈഹിസ്സലാം അവർ ഭക്ഷിക്കുന്നതും അവർ സൂക്ഷിച്ചെടുത്തു വെച്ചതൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ അദൃശ്യം പറയാറുണ്ടായിരുന്നു എന്ന് ഖുർആനിന് നസ്സുകൊണ്ട് സ്ഥിരപ്പെട്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാം അദൃശ്യം പറഞ്ഞത് ഇലാ ഗൈരി ദാലിക മിമ്മാ ദഹറ മിനൽ മുഅ്ജിസാത്തി വൽ കറാമാത്ത്, അത് മുഅ്ജിസാത്ത് കറാമത്തുകളാണ്. ഇങ്ങനെ ധാരാളമുണ്ടല്ലോ. ഫകുല്ലു ദാലിക യുംകിനു യുസ്തഫാദ മിനൽ ഇസ്തിസ്നാഇ ഫീ ഖൗലിഹി ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരാൽ അള്ളാഹ് തൃപ്തിപ്പെട്ട ആളുകൾക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കും എന്ന ആയത്തിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, فإنه يقتضي اطلاع الرسول على بعض الغيب. അള്ളാഹുവിന്റെ അദൃശ്യങ്ങളിൽ പലതിന്റെ മേലിലും അള്ളാഹു റസൂലിന് അറിയിച്ചു കൊടുക്കുമെന്ന് ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. വലിയ റസൂൽ മുഖേന ബഹുമാനവും ആദരവും അതുപോലെ അറിവും ലഭിക്കുന്നവരാണ്. വൽ ഫർഖു ബൈനഹുമാ, എന്നാൽ റസൂലും നബിയും റസൂലും വലിയും തമ്മിലുള്ള വ്യത്യാസം അന്ന റസൂല യുത്ലഉ അലാ ദാലിക ബിഅൻവാഇൽ വഹി കുല്ലിഹാ, വഹിയിന്റെ സർവ്വ ഇനങ്ങളും ഇൽഹാമാവട്ടെ, സ്വപ്നത്തിലൂടെയാവട്ടെ, മലക്ക് മുഖേനയാവട്ടെ, വഹീന് എന്തെല്ലാം ഇനങ്ങളുണ്ടോ ആ ഇനങ്ങൾ മുഖേനയൊക്കെ നബിമാർക്ക് വഹി അദൃശ്യം അറിയിക്കപ്പെടും. ഔലിയാക്കൾക്ക് വഹീന്റെ ചില ഇനങ്ങൾ ഇൽഹാമ് പോലെയുള്ള അല്ലെങ്കിൽ സ്വപ്നം പോലെയുള്ള ഇങ്ങനെയുള്ള ചില ഇനങ്ങളെ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇയാൾ കൊണ്ടുവരുന്ന ഇനി കൊണ്ടുവരാനുള്ള എല്ലാ ആയത്ത് ഹദീസ് വചനങ്ങള് ഉദ്ധരണികള് അവിടൊക്കെ ഇതാണ് അർത്ഥം എന്ന് എല്ലാവരും മനസ്സിലാക്കിയാല് നീ എന്ത് കൊടുന്നാലും ഇതന്നെ ആയിരിക്കും അവിടൊക്കെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.